Kindly subscribe this channel to enjoy more collection of moral stories. വിശാലമായ പുൽമേടിന്റെ ഹൃദയഭാഗത്ത് 3 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു: ബെന്നി ദി ബൈസൺ, വിൽമ ദി വൈസ് വുൾഫ്, കാർല ദി ക്ലെവർ ക്രെയിൻ. അവരുടെ സൗഹൃദത്തിനും അവർ പുൽമേട്ടിൽ കൊണ്ടുവന്ന സമാധാനത്തിനും പേരുകേട്ടവരായിരുന്നു. എന്നിരുന്നാലും അസൂയയും തെറ്റിദ്ധാരണകളും അവരുടെ സൗഹൃദത്തെ പരീക്ഷിക്കാൻ പോകുകയായിരുന്നു. ഒരു നല്ല ദിവസം ബെന്നിയും വിൽമയും കാർലയും ക്രിസ്റ്റൽ ക്ലിയർ പോണ്ടിനടുത്ത് സൂര്യന്റെ ചൂടിൽ കുളിക്കാൻ ഒത്തുകൂടി. ബെന്നി തന്റെ കരുത്തുറ്റ കൊമ്പുകളിലും ഭീമാകാരമായ വലിപ്പത്തിലും അഭിമാനിച്ചു. വിൽമ അവളുടെ മൂർച്ചയുള്ള ബുദ്ധിക്ക്, കാർല അവളുടെ സുന്ദരവും ചടുലവുമായ ചിറകുകൾ എന്നിവയാൽ പ്രശംസിക്കപ്പെട്ടു. അവർ കുളത്തിനരികിൽ വിശ്രമിക്കുമ്പോൾ പുൽമേടിനു മുകളിൽ ഉയരത്തിൽ പറക്കാനുള്ള കാർലയുടെ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വിൽമയ്ക്ക് കഴിഞ്ഞില്ല. "ഓ കാർല, നിന്നെപ്പോലെ പറക്കാൻ ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു! ആകാശത്ത് നിന്ന് ലോകത്തെ കാണുന്നത് അതിശയകരമായിരിക്കണം," വിൽമ നെടുവീർപ്പിട്ടു. ബെന്നിയുടെ കരുത്തുറ്റ കൊമ്പുകളിലേക്ക് നോക്കി കാർല പറഞ്ഞു, "നിന്റെ കൊമ്പുകളുടെ ശക്തിയും ഗാംഭീര്യവും ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട് ബെന്നി. അവർ നൽകുന്ന ബഹുമാനം ഒന്നു ചിന്തിച്ചു നോക്കൂ." അല്പം വിട്ടുമാറിയതായി തോന്നിയ ബെന്നി വിൽമയെയും കാർലയെയും നോക്കി, "വിൽമയുടെ കൈവശമുള്ള ബുദ്ധിയും വിവേകവും എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് വളരെ വിലപ്പെട്ടതായി തോന്നുന്നു." അസൂയയുടെ ഈ ക്ഷണികമായ ചിന്തകൾ അവരുടെ ഹൃദയങ്ങളിൽ അസൂയയുടെ വിത്തുകൾ പാകുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവർ പുൽമേടിലൂടെ നടക്കുമ്പോൾ നിഗൂഢമായ ഒരു ഗുഹ കണ്ടു. പുൽമേടിന്റെ സംരക്ഷകനായിരുന്ന ബുദ്ധിമാനായ മൂങ്ങ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, "പ്രിയ സുഹൃത്തുക്കളെ, ഈ മാന്ത്രിക ഗുഹയ്ക്ക് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. വിവേകത്തോടെ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ ആഴമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും." ബെന്നിയും വിൽമയും കാർലയും ആകാംക്ഷയോടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ആവേശം നിറഞ്ഞു. ബെന്നി വിൽമയുടെ ബുദ്ധിയും വിൽമ കാർലയുടെ ചിറകുകളും കാർല ബെന്നിയുടെ ശക്തിയുള്ള കൊമ്പുകളും ആഗ്രഹിച്ചു. തൽക്ഷണം ഗുഹ മാന്ത്രികതയാൽ തിളങ്ങി, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു. എന്നിരുന്നാലും സന്തോഷം നൽകുന്നതിനു പകരം അവരുടെ ആഗ്രഹങ്ങൾ അരാജകത്വത്തിലേക്ക് നയിച്ചു. ഇപ്പോൾ വിൽമയുടെ ബുദ്ധിശക്തിയുള്ള ബെന്നി പുൽമേടിന്റെ ലാളിത്യം ആസ്വദിക്കാനാവാതെ ആഴത്തിലുള്ള ചിന്തകളിൽ മുഴുകി. കാർലയുടെ ചിറകുകളുള്ള വിൽമ തന്റെ പറക്കൽ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ബെന്നിയുടെ കൊമ്പുകളുള്ള കാർല അവ ഭാരമുള്ളതുമാണെന്ന് കണ്ടെത്തി. ഒരിക്കൽ അവളുടെ ഭംഗിയുള്ള ചലങ്ങളെ പരിമിതപ്പെടുത്തി. കൂട്ടുകാർക്കിടയിൽ അസൂയയും പശ്ചാത്താപവും ഉടലെടുക്കാൻ തുടങ്ങി. അവർ തങ്ങളുടെ യഥാർത്ഥ സമ്മാനങ്ങൾക്കായി കൊതിച്ചു. ഒരിക്കൽ അവർക്കുണ്ടായിരുന്ന അതുല്യമായ ശക്തികളെ വിലമതിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഒരു സായാഹ്നത്തിൽ പുൽമേട് അസ്തമയ സൂര്യന്റെ സ്വർണ്ണ നിറങ്ങളിൽ കുളിച്ചപ്പോൾ സുഹൃത്തുക്കൾ ക്രിസ്റ്റൽ ക്ലിയർ പോണ്ടിനടുത്ത് ഒത്തുകൂടി. പറഞ്ഞറിയിക്കാത്ത ഖേദത്താൽ നിറഞ്ഞ അന്തരീക്ഷം പിരിമുറുക്കമായിരുന്നു. ബുദ്ധിമാനായ മൂങ്ങ അവരുടെ അസ്വസ്ഥത മനസ്സിലാക്കി അവരെ സമീപിച്ചു. "പ്രിയ സുഹൃത്തുക്കളെ, പുൽമേടിന്റെ മാന്ത്രികത നിങ്ങളുടെ കൈവശമുള്ള സമ്മാനങ്ങളില്ല, മറിച്ച് നിങ്ങൾ ഒരുമിച്ച് സൃഷ്ടിക്കുന്ന യോജിപ്പിലാണ്. നിങ്ങളുടെ അതുല്യമായ ശക്തികളെ ഉൾക്കൊള്ളുകയും നിങ്ങൾക്കിടയിലുള്ള വൈവിധ്യത്തെ അഭിനന്ദിക്കുകയും ചെയ്യുക," ബുദ്ധിമാനായ മൂങ്ങ ഉപദേശിച്ചു. അവരുടെ ആഗ്രഹങ്ങളുടെ വിഡ്ഢിത്തം മനസ്സിലാക്കിയ ബെന്നിയും വിൽമയും കാർലയും ക്ഷമാപണം പ്രകടിപ്പിക്കുകയും തങ്ങളുടെ പുതിയ ജ്ഞാനം പങ്കുവയ്ക്കുകയും ചെയ്തു. മാന്ത്രിക ഗുഹ അവരുടെ ആത്മാർത്ഥത മനസ്സിലാക്കി അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങാൻ അവർക്ക് രണ്ടാമത്തെ അവസരം നൽകി. ഹൃദയത്തിൽ നന്ദിയോടെ ബെന്നിയും വിൽമയും കാർലയും അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി. അവർ അവരുടെ വ്യക്തിഗത ശക്തികളുടെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്തുകയും പുൽമേട്ടിലേക്ക് കൊണ്ടുവന്ന അദ്വിതീയ സമ്മാനങ്ങളെ വിലമതിക്കാൻ പഠിക്കുകയും ചെയ്തു. ബെന്നിയുടെ കരുത്തും വിൽമയുടെ ബുദ്ധിയും കാർലയുടെ ചടുലതയും പരസ്പര പൂരകങ്ങളായതിനാൽ അന്നുമുതൽ പുൽമേടിന്റെ ഇണക്കവും തഴച്ചു വളർന്നു. സ്വന്തം സമ്മാനങ്ങൾ ഉൾക്കൊള്ളുന്നതിലും മറ്റുള്ളവരുടെ ശക്തികൾ ആഘോഷിക്കുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷം എന്ന് പുൽമേടിലെ മൃഗങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ സൗഹൃദം ഐക്യത്തിന്റെ വിളക്കായി മാറി. 16 അങ്ങനെ പുൽമേട് സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും സങ്കേതമായി തുടർന്നു. അവിടെ അസൂയയുടെയും അഭിനന്ദനത്തിന്റെയും പാഠങ്ങൾ തുരുമ്പെടുക്കുന്ന ഇലകളിലൂടെയും ഇളം കാറ്റിലൂടെയും പ്രതിധ്വനിച്ചു. എല്ലാ നിവാസികളെയും സ്വീകാര്യതയിലും ഐക്യത്തിലും കിടക്കുന്ന മാന്ത്രികതയെ ഓർമ്മപ്പെടുത്തുന്നു.